നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത് CPM-ൽ പടലപ്പിണക്കം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിണറായിക്കെതിരെ പരസ്യമായ ആൾ രംഗത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ഇന്ന് കളത്തി ഇറങ്ങിയിരിക്കുകയാണ്, വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്, രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുപോലെ സുകുമാരക്കുറുപ്പിൻ്റെ കേസ് വീണ്ടും ജീവൻ. സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പറയുമ്പോഴേ സന്മഴക്കുളത്ത് സമാധാന സിനിമയില്ലേ, ശ്രീനിവാസ് ഒരിക്കൽ പറഞ്ഞു ഞാൻ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അത് ഒരുപാട് സിനിമകളിൽ 4 സിനിമയും കണ്ട് ഇറങ്ങിയിട്ടുണ്ട് സുകുമാരക്കുറുപ്പിന്റെ ഈ സംഭവം ബേസ് ചെയ്തുകൊണ്ട്. ഈ സുകുമാരക്കുറുപ്പിന്റെ കേസ് ഇപ്പോൾ വീണ്ടും ലൈവ് ആയിരിക്കുന്നതിന്റെ കാരണം സത്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ അതിനൊരു ഹൈപ്പ് കൊടുക്കുകയാണ്. അതായത് പുതുതായിട്ടൊന്നുമില്ല ഇതിനകത്ത്. ഞാൻ ഇതിന്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചു. എന്നാൽ ഈ കുറുപ്പിൻ്റെ സംഭവം ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ രണ്ടാമത് ഈ കുറുപ്പിനെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പൊക്കിക്കൊണ്ട് വന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ സത്യത്തിൽ ഞാനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറുപ്പ് സിനിമ ഇറങ്ങിയ സമയത്ത് പല വിധത്തിലുള്ള സ്റ്റോറികളും വന്നു. ആ സമയത്താണ് ഈ പത്തനംതിട്ടയിൽ ഒരു റെൻസിം എന്ന് പറഞ്ഞൊരാളുണ്ട്. അത് അദ്ദേഹം ബിവറേജ് കോർപ്പറേഷൻ്റെ അവിടുത്തെ ഈ മാനേജരായിരുന്നു, അവിടെ ബെവ്കോയുടെ മാനേജറായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെയുള്ള മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞ്, അതായത് മനോരമയിലും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ സുകുമാരക്കുറുപ്പിനെ കണ്ടതാണ്, എനിക്കറിയാം ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറയും, ഇവരാരും ഈ വാർത്ത കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു മീഡിയ ഫോട്ടോഗ്രാഫർ എന്നോട് പറയുന്നു, ഈ റെൻസിം എന്ന് പറയുന്ന പുള്ളിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മൾ പിന്നെന്താ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ റെൻസിം വരുന്നത്. അപ്പോൾ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2017 അതിന് മുമ്പോ മറ്റോ, കൃത്യമായിട്ട് ഞാൻ വർഷം ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ഈ ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു സന്യാസിയെ കാണും. ഒരു സന്യാസിയാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വാമിയാണ്. സ്വാമി സന്യാസി എന്ന് പറയാൻ പറ്റൊരു സ്വാമിയാണ്. ഇയാൾ വരും, ഈ റെൻസിമിൻ്റെ ഒക്കെ കൂടെ താമസിക്കും. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അന്ന് റെൻസിമിന് അങ്ങനെ ഒരു സംശയമൊന്നുമില്ല. പക്ഷെ പിന്നീട് എപ്പോഴും അതേ ഈ പത്രം വായിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു തോന്നൽ, ഇത് സുകുമാരക്കുറുപ്പാണ്. അങ്ങനെ അദ്ദേഹം ഇയാൾ അടയാളമൊക്കെ പറഞ്ഞ് ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് ഉറപ്പിച്ചൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ തന്ന്, പിന്നീട് ഇത് ചാനലുകളെല്ലാം ഏറ്റെടുത്ത് റെൻസിം വലിയ വൈറലായി. ഈ സുകുമാരക്കുറുപ്പിന് ഈ റെൻസിമിൻ്റെ പേരിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. അവർ ഈ കേസ് റീഓപ്പൺ ചെയ്ത് ഈ റെൻസിമിൻ്റെ മൊഴിയെടുത്ത് മുന്നോട്ട് പോയിട്ട് ഇത് ശരിയല്ല, ഇതാ ആളല്ലെന്ന് കണ്ടെത്തി അവരിത് അവസാനിപ്പിച്ചു. പക്ഷേ റെൻസിം ഇപ്പോഴും പറയുന്നത് ഞാൻ കണ്ടത് സുകുമാരക്കുറുപ്പെ തന്നെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, എനിക്കറിയാവുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അത് വിട്ടു. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അവിടെ ബൊക്കാറോയിൽ നേഴ്സായിരുന്ന ആലപ്പുഴ ചെറിയനാട് സ്വദേശിയാണ് അവർ, രത്നമ്മ അദ്ദേഹത്തെ 84 കുറുപ്പ് ഈ ചാക്കോയെ കൊല്ലുന്നത്. പക്ഷേ ഇവർ കണ്ടുമുട്ടിയത് 88 ഇവർ ജോലി ചെയ്യുന്ന, ഇവർ പഠിക്കുന്ന നഴ്സിംഗിന് പഠിക്കുന്ന ആശുപത്രിയിൽ ചികിത്സ തേടി വന്ന് ജോഷി എന്നാണ് പേര് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഈ രത്നമ്മ ഇത് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഈ രത്നമ്മയുടെ മൊഴി പോലീസ് എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് അന്വേഷിച്ചപ്പോൾ എന്നോട് അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ക്ലോസ് ചെയ്യത്തേയില്ല. എത്ര വർഷമായെന്ന് പറഞ്ഞാലും ഇത് ക്ലോസ് ചെയ്യത്തില്ല, ഇത് മുന്നോട്ട് പോകും. ഇനി സുകുമാരക്കുറുപ്പ് മരിച്ചാലും ഈ അന്വേഷണം മുന്നോട്ട് പോകും. സുകുമാരക്കുറുപ്പ് കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നിടം വരെ ഈ കേസ് ഫയൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, എനിക്കിത് എന്താണെന്ന് പോലും അന്ന് അറിയില്ല. 84 ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ അന്നത്തെ നമുക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മയൊന്നുമില്ല. ഇപ്പം ഞാനാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുക. അതുകൊണ്ട് തന്നെ പുതിയ വെളിപ്പെടുത്തലുകളൊന്നും പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കാരണം സുകുമാരക്കുറുപ്പ് പുതുതലമുറയ്ക്ക് അന്യനാണ്. പുതുതലമുറ ഈ വിദേശത്തുള്ള ഇതുപോലെ അബ്സ്കോണ്ടിങ് ആയ ആൾക്കാരുടെ കഥയും സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഈ മനുഷ്യനെ കുറിച്ച് ആർക്കും അത്ര ഇതല്ല. അപ്പം സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് ഏറ്റവും ബോധ്യമായിട്ടുള്ള ഒരു മൊഴി നൽകിയ അവസാനത്തെ ആളെന്നുള്ള നിലയിലാണ് ഈ രത്നമ്മയെ പോലീസ് മൊഴിയെടുക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴും ഈ വാർത്ത വന്നല്ലോ, വാർത്ത വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് അവരെ മൊഴിയെടുക്കുന്നത്. ഇതൊരു പതിവ് പ്രൊസീജിയറായിട്ട് മാറിയിട്ടുണ്ട്. കേസ് ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിനും കാരണമുണ്ട്. ഈ രത്നമ്മയോട് പലതവണ ചോദിക്കും. ഇപ്പോൾ ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോ തരത്തിലായിരിക്കുമല്ലോ പറയുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ
ലീഡ് കിട്ടുമോ എന്നുള്ളതാണ് ഇതിനകത്തു നിന്ന് നോക്കുന്നത്. ഇയാൾ ഈ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഒക്കെ ഉള്ള ആ സ്ഥലത്ത് താമസിച്ചിരുന്നു എന്ന് പറയുമ്പോഴേ ഒരു പക്ഷേ അയാൾ ആശുപത്രി ചികിത്സയ്ക്ക് വന്നെങ്കിൽ താമസിച്ചിരുന്ന അവിടെ ആയിരിക്കുമല്ലോ. അല്ല, അതാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് അത് തന്നെയാണ്. ഇയാൾ 84 കൊലപാതകം നടത്തി നാട് വിടുന്നു. ഈ നാട് വിട്ട് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഈ ബൊക്കാറോയിലായിരിക്കും ഇദ്ദേഹം സെറ്റിലായത്. ഈ സെറ്റിലായെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥിര ജോലി ഉണ്ടാകും, സ്ഥിരമായിട്ടൊരു വാസസ്ഥലം ഉണ്ടാകും, ചിലപ്പോൾ അവിടെ ഭാര്യയും മക്കളും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അവിടെ ചികിത്സ തേടിയത്. അയാൾ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ലീഡ് മാത്രമേ പോലീസിന് മുമ്പിലുള്ളൂ. പക്ഷേ ഈ കേസ് അന്വേഷിച്ച നേരത്തെയുള്ള ഈ റിട്ടയർഡ് SP ജോർജ് ജോസഫിനെ പോലുള്ള ആൾക്കാർ സുകുമാരക്കുറുപ്പ് മരിച്ചുപോയി എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഇടയ്ക്ക് മംഗളം പത്രത്തിൽ വാർത്ത വന്നിരുന്നു, സുകുമാരക്കുറുപ്പ് സൗദി അറേബ്യയിൽ ഏതോ ഒരു പള്ളിയിൽ ഒരു മുക്രിയായിട്ട് ബാങ്ക് വിളിച്ച് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരോ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ പറഞ്ഞു. രത്നമ്മ പറഞ്ഞാണ് കുറച്ചൊരു ആധികാരികത തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രത്നമ്മയുടെ പിന്നാലെ പോലീസ് ക്രൈംബ്രാഞ്ച് നൽകിയത്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസ്. എത്രയോ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു. സുകുമാരക്കുറുപ്പ് കേസ് അന്വേഷിക്കാത്ത ഉദ്യോഗസ്ഥർ സത്യത്തിൽ കേരളത്തിലില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് റുട്ടീൻ വർക്കാണ്. ഓരോ തവണയും പുതിയ പുതിയ ലീഡ്സ് എന്തെങ്കിലും വരും എന്ന് കരുതിയാണ് ഈ രത്നമ്മയെ അന്വേഷണ സംഘം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരോട് ഇത് ചോദിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ കേരള പോലീസിന് ഇപ്പോഴും പിടികിട്ടാത്ത ഏറ്റവും ക്രൂരമായ ഒരു കുറ്റം ചെയ്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയായിരിക്കും സാധ്യത. ഇത്രയും വർഷം അതെ, ഇത്തരം കേസുകളൊക്കെ അങ്ങ് നമ്മൾ ഹോളിവുഡ് സിനിമകളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ കണ്ടിട്ട് ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി ഒരാളെ തനിക്ക് രൂപതാവശ്യമുള്ള ഒരാളെ കൊന്നിട്ട് ആ ആളിനെ ഉപയോഗിച്ച് ആ ആളുടെ ഐഡന്റിറ്റി ജീവിക്കുക. ഇപ്പം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ പത്മരാജൻ എഴുതിയ ഒരു കഥയുണ്ട്, അപരൻ സിനിമയാക്കിയത്. ഈ അപരൻ സിനിമയിലും ഈ ഒരാളുടെ ഐഡന്റിറ്റിയുടെ എന്താ പറയുക അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അറിയത്തില്ല, വെറും 4 പേജോ 5 പേജോ ഉള്ളു ഈ ചെറുകഥ. അതിനകത്ത് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുള്ളൂ. അതാണ് ജയറാമിന്റെ ആദ്യത്തെ സിനിമയായിട്ട് വരുന്നത്. ആ സിനിമയിലും ഇത് തന്നെയാണ്. തന്നെ പോലെയുള്ള ഒരാൾ, അടിമുടി തന്നെ പോലെയുള്ള ഒരാൾ, അയാള് വേറെ കുറ്റകൃത്യങ്ങൾ. അതിൽ മുകേഷിന്റെ കഥാപാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ മുകേഷ് ഈ ജയറാമിനോട് പറയും വൺ ഹു ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ നമ്മളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഓർക്കുക, എന്നെ പോലൊരാൾ, അയാൾ നാട്ടിലിറങ്ങി ഉള്ള കൊള്ളരുതായ്മകളെല്ലാം ചെയ്യുന്നു, നാട്ടുകാർ എന്നെ പിടിച്ച് തല്ലുന്നു. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു ആ സിനിമ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും ക്രിമിനൽ ബുദ്ധി ഉള്ള ഒരാളെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ക്രിമിനൽ ബുദ്ധി തന്നെയാണ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാളുടെ അളിയനായിരുന്നു ഭാസ്കരപിള്ള. അതിൽ ഈ ഭാസ്കരപിള്ള ആയിരുന്നു എന്നൊക്കെയാണ്. ഭാസ്കരപിള്ളയൊക്കെ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ കുറുപ്പ് സിനിമ ഇറങ്ങിയപ്പോൾ വീണ്ടും ഈ കുറുപ്പിന്റെ കഥ ചർച്ച ചെയ്തല്ലോ. അന്ന് ഞാൻ ഈ ചെറിയനാട് നമ്മുടെ പീയൂഷിനെ വിട്ടിട്ട് പീയൂഷ് ഒത്തിരി ഇന്റർവ്യൂ എടുത്താണ് ഈ കുറുപ്പിനെ കണ്ടവരെ, കുറുപ്പിന്റെ സഹപാഠികളെ. അതുപോലെ ഈ ഭാസ്കരപിള്ള അവർക്ക് ഇന്റർവ്യൂവിന് അനുവാദം തന്നതാണ്. പക്ഷേ അവസാന നിമിഷം അദ്ദേഹത്തിന്റെ മകൻ അത് വിലക്കി. അങ്ങനെയാണ് അന്ന് ഏറ്റവും നന്നായിട്ട് നമ്മൾ മറുനാടനാണ് അത് കവർ ചെയ്തത്. അപ്പൊ എന്താണെങ്കിലും സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള നമ്മുടെ പ്രായത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഒരു എന്താ ത്രസിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ്, ഞെട്ടിപ്പിക്കുന്ന കഥയാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഈ പറയുന്നത് ഇവർ കാറുമായിട്ട് ഇറങ്ങിയിട്ട് രാത്രി ആ സമയത്ത് ഇവർ പലരെയും സമീപിച്ചു വഴിയിൽ ബസ് നോക്കുന്നത്. കാരണം ഇയാൾ എനിക്ക് തോന്നുന്നത് ഈ കുറുപ്പ് നല്ല ഹൈറ്റുള്ള ആളായിരുന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ നല്ല മൊത്ത ഹൈറ്റ് അങ്ങോട്ടുള്ള ആളാണ്. അപ്പോൾ അതുപോലത്തെ ഒരാളിനെ തേടി നടക്കുകയാണ് ഇവർ. ശരിക്കും തേടിയത് എന്താ? ഇവർ തേടിയത് ഒരു ഡെഡ് ബോഡിയാണ്. ഈ ഡെഡ് ബോഡി ഇവരുടെ ഒരു ബന്ധു അവിടെ നിന്ന് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഈ കാറുമായിട്ട് ഡെഡ് ബോഡി എടുക്കാൻ ചെന്ന സാഹചര്യത്തിൽ അയാൾക്ക് അത് എടുത്തു കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. ആ സാധിക്കാതെ വരുമ്പോഴാണ് അവർ കാറിൽ വീട്ടിലേക്ക് പറയുമ്പോൾ ഇത് പ്രീ പ്ലാൻഡ് അല്ല, പെട്ടെന്ന് വന്നൊരു ബുദ്ധിയാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് ശരിക്കും പറയുന്നത് ഇത് കുറുപ്പിന്റെ ബുദ്ധി അല്ലെ കൂടെ വന്നവന്മാരായി പണി ഒപ്പിച്ചെന്നാണ് പറയുന്നത് ഈ ഭാസ്കരപിള്ള എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവരെല്ലാരും കൂടെ ചെന്നിട്ട് വരുന്ന വഴിക്ക് ആണ് ഈ ചാക്കോയെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ്, ഇയാളെ കൈ കാണിച്ച് കാറിനകത്ത് കയറിയതിന് ശേഷമാണ് ഇവർക്ക് തോന്നുന്നത് ഇയാളെ കത്തിച്ചാൽ മതിയല്ലോ. അങ്ങനെ അപ്പം തന്നെ ഈ പദ്ധതി നടപ്പാക്കുക. അതായത് അതുവരെ ഇല്ലായിരുന്ന ഒരു പ്ലാനിങ്ങിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് കയറുന്നു, അയാളെ കൊന്ന് വിടുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഇവർ വസ്ത്രങ്ങൾ കത്തിക്കുന്നു. അതിനുശേഷം പക്ഷെ കുറുപ്പ് അന്ന് തന്നെ നാട് വിടുകയാണ്. കാരണം കുറുപ്പ് മരിച്ചുപോയ ആളാണ്. അപ്പോൾ കുറുപ്പ് അന്ന് തന്നെ നാട് വിടുകയാണ്. ഈ നാട് വിടുന്നു. ഇദ്ദേഹത്തെ കൊണ്ടുവിട്ടത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനും എല്ലാം കൂടെ ചേർന്നാണ്. അത് റെയിൽവേ ലൈനിൽ കൂടെ നടന്നിട്ടാണ് അമേരിക്കരെ കൊണ്ടുവിടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പിടിക്കപ്പെടാൻ കാരണമായത് എന്താണ്? കുറുപ്പ് ആണ് കത്തിക്കഴിഞ്ഞ് മരിച്ച ബോഡിയൊക്കെ കൊണ്ട് അടക്കി. ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ വീട്ടിൽ വലിയ ആഘോഷം നടന്നു. ചിക്കൻ കറിയൊക്കെ വെച്ച് ആഘോഷിച്ചപ്പോഴാണ് ഈ സംഭവം പിടിക്കപ്പെടുന്നത്. എന്താണെങ്കിലും ശരി, ഈ
സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മിത്തായി മാറി. അത് പ്രഹേളിക നമ്മൾ പറയുന്നത് പോലെ. കാരണം ജീവിച്ചിരുന്നെങ്കിൽ ഒരു 73-74 വയസ്സുണ്ട്, അദ്ദേഹത്തിന് അസുഖമൊന്നും ഇല്ലെങ്കിൽ മരിക്കുന്ന പ്രായം. അപ്പൊ ഇപ്പോഴും ഇയാളെ തേടി പോലീസും രഹസ്യ പോലീസും സഞ്ചരിക്കുന്നുണ്ട്. ഈ കുറുപ്പിന്റെ മകന്റെ കല്യാണം ഒരിക്കൽ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വെച്ചു. അന്ന് ഇതുപോലെ ഈ കല്യാണം നടക്കുന്നു, കുറുപ്പിന്റെ മകനാണ്. പക്ഷെ അന്ന് അവിടെ മഫ്തിയിൽ ഏതാണ്ട് 20-25ഓളം പോലീസുകാരവിടെ ഉണ്ട്. ഈ കല്യാണത്തിന് കുറുപ്പ് വരുമെന്നൊരു ശ്രുതിയുണ്ട്. എനിക്ക് തോന്നുന്നൊരു ഒരു 10-13-14 വർഷമായി. അപ്പോൾ അങ്ങനെ അന്ന് അവിടെ വലിയ തോതിൽ തമ്പടിച്ചു, പോലീസ് വന്ന് തമ്പടിച്ചു. പക്ഷെ ഇവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവരുടെ ബന്ധുക്കള്, അതുപോലെ ഇവരുടെ വീട്ടുകാർ, ഇവരുടെയൊക്കെ ഇടപെടലിൽ നിന്നും നിലപാടിൽ നിന്നും ഒക്കെ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നൊരു തോന്നലാണ് ഈ അന്വേഷണ സംഘത്തിന് കിട്ടിക്കൊടുത്തത്. അത് ആലപ്പുഴയാണ്. ആ വീടൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇൻഷുറൻസ് തട്ടാൻ വേണ്ടിയാണല്ലോ നടക്കുന്നത്. എന്താണെങ്കിലും ശരി, അത് ഇന്നാണ് ഞാൻ സത്യത്തിൽ ഇതിപ്പോ വീണ്ടും ഇത് പൊങ്ങി വന്നപ്പോൾ എനിക്ക് വളരെ ജിജ്ഞാസ തോന്നി. ഇത്രയും വർഷമായില്ലേ ഇത്, പക്ഷേ ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഈ അവസാനം കണ്ട സാക്ഷിയിൽ നിന്ന് ഒരു മൊഴിയെടുത്ത് സാധാരണ ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ഇദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല, സ്റ്റിൽ അബ്സ്കോണ്ടിങ് എന്നൊരു ഫയൽ എഴുതി ക്ലോസ് ചെയ്യുമെന്നാണ് കരുതി. അപ്പൊ ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഈ കേസ് ഒരിക്കലും ക്ലോസ് ചെയ്യുന്നില്ല. അതായത് സുകുമാരക്കുറുപ്പ് ചത്താലും ഈ നമ്മളൊക്കെ മരിച്ചു പോയാലും വീണ്ടും അടുത്ത തലമുറ ഇത് അന്വേഷിച്ചോണ്ടിരിക്കും. ഇത് എത്രാമത്തെ തലമുറയെ സുകുമാരക്കുറുപ്പ് കേസ് അന്വേഷിക്കുന്നത്? അതൊരു 2026. അതെ, ഇത് അന്ന് അന്വേഷിച്ചിരുന്ന ഡിവൈഎസ്പി ഹരിദാസ് ഒക്കെ ആയിരുന്നു. ഇവരൊന്നും ജീവിച്ചിരിപ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ മരിച്ചുപോയി. അന്നത്തെ ഈ സംഭവം അറിയാവുന്ന മുഴുവൻ ആൾക്കാരും അന്ന് കുറുപ്പിന്റെ കാലത്ത്, കുറുപ്പ് ജീവിച്ചിരുന്ന കാലത്ത് കുഞ്ഞുങ്ങളായിരുന്ന ആൾക്കാർ മാത്രമാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അന്ന് ആകെ ദൂരദർശൻ അതിന് ശേഷമാണെന്ന് തോന്നുന്നത്, 84-ലാണ്. അതല്ലാതെ അന്ന് ഇവിടെ പത്രമാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോഴും ഇത് പിന്തുടരുന്നു. അപ്പൊ നമ്മളറിയാം ഇനിയും കുറുപ്പിന്റെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോഴും കുറുപ്പിനെ തേടി കേരള പോലീസ് നെട്ടോട്ടത്തിലായിരിക്കും അല്ലെ? ചാക്കോയുടെ മകൻ 40 വയസ്സ് 42 വയസ്സ് അദ്ദേഹം ഇപ്പോഴും ഇയാളെ പിടികൂടി ശിക്ഷിക്കണമെന്ന് 42 വർഷമായി സംഭവം നടന്നിട്ട് ഈ മകന് 42 വയസ്സുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാക്കോയുടെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് കൊല്ലപ്പെടുന്നത്. എന്താണെങ്കിലും വളരെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, വളരെയധികം ഞെട്ടിക്കുന്നതായിട്ടുള്ള ഒരു അബ്സ്കോണ്ടിങ്, ഒരു തിരോധാനമാണ്. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല. പിന്നീട് ഇതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ വന്നു. ഈ ആലപ്പുഴയിൽ നിന്ന് വന്ന രാഹുൽ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയെ കാണാതെ, ഈ ജസ്നെ ഉണ്ട്, പിന്നെ ഈ പത്തനംതിട്ട തന്നെ ശബരിമലയിൽ ജോലി ചെയ്തിട്ടുള്ള അഭിലാഷ് ഉണ്ട്, അവിടെ തന്നെ ഈ ഗവിയിൽ ഒരു ഭൂലോകലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയെ കാണാൻ പറ്റും. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും അറിയില്ല. കാരണം ഇങ്ങനെ ഒത്തിരി. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് ഈ കുറുപ്പ്, ഒന്ന് ജസ്നയാണ്. ഇത് രണ്ടും വലിയ അക്കാഡമിക് ഇൻട്രസ്റ്റിങ്ങിന് ഭാഗമായിട്ട്. അപ്പൊ നമുക്കത് എന്തായാലും ക്രൈംബ്രാഞ്ച് അത് അന്വേഷിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് വരാം. എം.ആർ. അജിത്കുമാറിലേക്ക് വരാം. എം.ആർ. അജിത്കുമാർ ഏതാണ്ട് ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്, പേടിക്കാൻ. ഫുള്ളി പ്രൊട്ടക്റ്റഡ്. കാരണം ഇന്നാണ് നമ്മൾ ശരിക്കും ഒരു വീഡിയോ കാണുന്നത്. അതായത് ഇന്നലെ ഇദ്ദേഹത്തോട്, രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നു. എം.ആർ. അജിത്കുമാറിന്റെ SIT റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് അത് വാങ്ങിയില്ല എന്ന് ചോദിക്കും, നടപടി എടുക്കുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ വളരെ ക്ഷുഭിതനായിട്ടാണ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ആരെയോ രക്ഷിക്കാനുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വളരെ കൃത്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയും അതിനുശേഷം അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന രീതിയും പിന്നീടുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ പോവുകയും അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ രാവിലെ ഇറങ്ങിക്കൊള്ളുന്ന രീതിയിലാണ് അതെ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇത് ഞാൻ അവരെ ചോദിച്ചു പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. ആരാ? DGPയുടെ കയ്യിൽ നിന്ന്. DGP അത് ഹോം സെക്രട്ടറിക്ക് കൊടുക്കണം. ഹോം സെക്രട്ടറി അത് എല്ലാം പഠിച്ചതിന് ശേഷം നോട്ട് എഴുതി എനിക്ക് തരണം. അത് അപ്പോൾ ഇവരുടെ തള്ളു കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ, ഇവർ അധികാരത്തിലേറിയ പുറകെ ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നാൽ ഉടൻ അജിത് കുമാറിനെ ഹസ്ബൻഡ് ചെയ്യുന്നു. പാവപ്പെട്ട എത്രയോ കോൺഗ്രസ് പ്രവർത്തകരെ തലയടിച്ച് പൊട്ടിച്ച മരണകാരണം പോലും ആവാമെന്നുള്ള രീതിയിലേക്കുള്ള മർദ്ദനം നടത്തിയ ഒരാളിന് അവരെ മുഴുവൻ രക്ഷിച്ചുകൊണ്ട് നടന്ന ഒരാളിനെയാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് ഏതോ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ചൂടാകുകയാണ്. SITയുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ നേരിട്ട് വരുന്നില്ല, അത് അവർ തരണം, അതല്ലാതെ എനിക്ക് നടപടി എടുക്കാൻ പറ്റുമോ, എനിക്ക് ചോദിച്ചു മേടിച്ച് നടപടി എടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. എന്താണ് കുഴപ്പം? DGPയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ എങ്ങനെ നടപടി എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താ DGPയുടെ കയ്യിൽ ഇരുന്നോട്ടെന്ന് പറഞ്ഞ ആരാ? ഇദ്ദേഹമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇയാൾ ചൂടായിട്ട് ഇതെന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് നിയമത്തെക്കുറിച്ചൊന്നും അറിയാതെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നിരിക്കുന്നത് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ഒരു ചോദ്യം പോകുന്നുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രവർത്തകരെ തലയടിച്ച് പൊട്ടിച്ച് ആ ചോരയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ മന്ത്രിയായെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഇയാൾ കേൾക്കാത്ത പോലെ ഇറങ്ങിപ്പോ. സ്വാഭാവികം, അങ്ങനെ കേൾക്കാൻ പറ്റും. അവർക്ക് വലുത് പ്രവാസി വ്യവസായികളും ഇവർക്ക് കണ്ട് ബാധിക്കാൻ ഈ അജിത് കുമാറിനെ പോലുള്ള ആളിലേക്കാണ് ആവശ്യം. അല്ല തലവല്ലി പൊട്ടിച്ചവനെ ആർക്ക് വേണം?
പിന്നെ എന്തായാലും ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ എ.ഡി. തോമസിനും ജുവലിനും ഓരോ പദവി കിട്ടി. അതുകൊണ്ട് തൃപ്തിപ്പെടട്ടെ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ KSUക്കാരും ഒക്കെ നീതിക്ക് വേണ്ടി ഈ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സമരം ചെയ്യേണ്ടി വരുമെന്നാണ്. അതിനുള്ള ആംബിയറൊന്നും അവിടെ ഇറക്കില്ല. അതാണ് അധികാരം കിട്ടിയതിന്റെ ആഘോഷം എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇവര് ആദ്യമേ അങ്ങോട്ട് അധികാരത്തിലേറിന്റെ പിറ്റേന്ന് തന്നെ അന്ന് തന്നെ, അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാക്കി നടത്തിയ ആദ്യ പ്രസ് മീറ്റിൽ തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, SIT രൂപീകരിക്കുന്നു, SIT ശരവേഗത്തിൽ പണി തുടങ്ങുന്നു, ജാമ്യമില്ലാ വകുപ്പിട്ടവന്മാർക്കെതിരെ കേസെടുക്കുന്നു, കേസെടുത്തവന്മാരെ ഉടനെ കോടതിയുടെ അനുഗ്രഹത്തോടു കൂടി അവന്മാർ രക്ഷപ്പെട്ടു പോകുന്നു, മുൻകൂർ ജാമ്യം നേടി പോകുന്നു. പക്ഷേ യഥാർത്ഥ ആളിലേക്ക് ചെല്ലുകയാണ്. എന്താണ് ഇതിന്റെ എല്ലാം പിന്നിൽ? ഒരേ ഒരാളുടെ ക്രിമിനൽ ബുദ്ധി, അതാണ് ADGP M.R. അജിത് കുമാർ. ഏതായാലും അത് ഈ മാസം അവസാനം അദ്ദേഹത്തിന് പ്രൊമോഷൻ DGP സ്ഥാനത്തേക്ക് കിട്ടുന്നത് വരെ ഇത് തന്നെ ചവിട്ടിപ്പിടിക്കുക. കാരണം അത് ഇവർക്ക് കോൺഗ്രസ് പ്രവർത്തകർ തലയൊക്കെ അടികിട്ടിയൊന്നും അല്ല വലുത്. അല്ലാത്ത ഇവരെ വേറെ വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഇയാളെ മാറ്റണമെന്ന് M. ലിജു പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ലിജുവിന് എന്ത് ചെയ്യാൻ? മന്ത്രി ലിജു എക്സൈസ് കോർപ്പറേഷൻ MD ആണ്. ഇയാളെ മാറ്റണമെന്ന് പറഞ്ഞപ്പം ഇയാൾ പറഞ്ഞു എനിക്കൊരു ഇപ്പം മാനുഷിക പരിഗണന തന്നുകൂടെ എന്ന്. കാരണം ഇയാൾ എല്ലാവർക്കും നന്നായിട്ട് മാനുഷിക പരിഗണന കൊടുത്ത ആളാണ്. ഒപ്പം നടന്ന ആ P. വിജയൻ എന്ന് പറയുന്ന ADGP കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്യിപ്പിച്ച ആളാണ് M.R. അജിത് കുമാർ. ഇയാളൊന്നും സർവീസിലിരിക്കാൻ യോഗ്യനല്ല, സത്യം പറഞ്ഞു. അല്ല, സർവീസിലിരിക്കാൻ യോഗ്യനാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് നമ്മളല്ല, ഈ മറ്റേ അദൃശ്യ ശക്തികളുണ്ടല്ലോ ഈ ചെന്നിത്തലയൊക്കെ സ്വാധീനിക്കുന്ന അവർ ചെയ്തു. അത് മാത്രമല്ല, ഇയാൾ ചെന്നിത്തലയുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ചെന്നിത്തലയുടെ വീട്ടിൽ കയറി ഇവരൊക്കെ നമ്മളെ പലപ്പോഴും പറയാനുള്ളത് ഇവർ പഴയ സ്കൂളുകാരാണ്. വന്ന് പൊന്ന് സാറേ മറ്റേ സിനിമയിൽ PP ശശിയുടെ മുമ്പ് ഞാൻ നിങ്ങൾ അടിമയെ കൊള്ളാന്ന് പറഞ്ഞ് സർബത്ത് ഷമീർ കാല് അതുപോലെ വീണ് കിടക്കുന്നത്. അത് സെയിം ആണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ചെന്നിത്തല ഇപ്പോൾ ഒരു ഹരിപ്പാട് ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. പിണറായി സ്കൂൾ ഓഫ് ഹയർ എഡ്യൂക്കേഷനിലാണ് പിണറായി വിജയനായിരുന്നു ഈ സൂക്കേട് ഉണ്ടായിരുന്നത്. P. ശശിക്കായിരുന്നു. പിണറായി വിജയനല്ല, P. ശശിക്കായിരുന്നു ഈ സൂക്കേട്. ഈ സൂക്കേട് തന്നെയാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്കും അയാളുടെ ഓഫീസിൽ ഇരിക്കുന്നവർക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം അയാൾ ഇട്ടിരിക്കുന്ന കൃത്യം കാര്യമാണ്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഒരു ക്രിമിനൽ കേസ് പ്രതി വേദി പങ്കിട്ടു, അതിനെക്കുറിച്ചാണ് അയാൾ പോസ്റ്റ് ഇട്ടത്. ഉടനെ അയാളുടെ പേര് കേസ് മാത്രമല്ല, ഫോൺ പിടിച്ചോണ്ട് പോയത് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ല ഒരാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ പാടില്ല, അത് അവന്റെ സ്വകാര്യതയാണ്. ഒരുത്തന്റെ സ്വകാര്യതയിലേക്ക് ചുമ്മാ കടന്നു കയറാൻ അത് ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത്. ഈ പറയുന്ന ആളൊരു ഫേസ്ബുക്കിൽ ഒരു അഭിപ്രായം അത് മനസ്സിലാക്കിക്കോണം. ഫേസ്ബുക്കിൽ വരുന്ന അഭിപ്രായങ്ങൾക്ക് 100 കോടിയുടെ വിലയുണ്ട്. അല്ല, അതൊന്നും ഇവർക്കതൊന്നും ബാധകമല്ലല്ലോ. ഇവർ പഴയ സ്കൂളുകാരാണ്. അത് പറഞ്ഞില്ല, ഇവർ പഴയ പണ്ടത്തെ കാലത്ത് ജീവിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. ഈ മുതലാളികാരെ തോലെ പിടിക്കുക, അവൻ പറഞ്ഞവനെ സ്ഥാനമാനങ്ങൾ കൊടുക്കുക, പാർട്ടി പ്രവർത്തകനെ പുച്ഛിച്ച് തള്ളുക, അവൻ തലക്കടി വിട്ടെങ്കിൽ അവൻ പോയി ചാവട്ടെന്ന് ചിന്തിക്കുക. ഇതൊക്കെ ഇവരുടെ രീതിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും മിക്കവാറും അടുക്കൽ ദേശങ്ങൾ പറഞ്ഞാൽ സംഭവിക്കാൻ 5 വർഷം കഴിയും. അല്ല, അതിന് മുമ്പ് തന്നെ ഈ ചെന്നിത്തല അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ അതിനടി വന്നിരിക്കുന്ന ഒരു കമന്റാണ്, ഇയാൾ ഓപ്പറേഷൻ തൂഫാൻ മാത്രമേ ഈ കേരളത്തിൽ നടപ്പാക്കൂ, അതാകുമ്പോൾ ആരെയും ശുപാർശ വരത്തില്ല. സത്യമല്ലേ? സത്യമാണ്. ശുപാർശ വന്നാലും വൻകിടകളുടെ ശുപാർശ വരും, അത്രേ ഉള്ളൂ. ഓപ്പറേഷൻ തൂഫാനിൽ ആരെയും ശുപാർശ? 1 ഗ്രാം കഞ്ചാവും 2 ഗ്രാം കഞ്ചാവും പോയിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നവനെ പിടിച്ചിട്ട് എണ്ണത്തിൽ കൂട്ടി കാണിച്ചിട്ട് ഞങ്ങൾ തന്നെ മയക്കുമരുന്ന് പിടിക്കുന്നതിനകത്ത് വളരെ നല്ല കാര്യമാണ്. MDMA പിടിക്കുന്ന എല്ലാം നല്ല കാര്യമാണ്, അതിനൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. പക്ഷേ അതിനിടയ്ക്ക് ഇമാതിരി പരിപാടികൾ സ്വന്തം പ്രവർത്തകരെ, സ്വന്തം കൊച്ചുപിള്ളേർ, അയാളുടെ മകന്റെ പ്രായം പോലും ഉണ്ടാവില്ല ഒരു പക്ഷേ ഈ അടി A.D. തോമസ്, ഈ രമേശ് ചെന്നിത്തലയുടെ അവരുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്, ആ ചോര വാരി നെഞ്ചത്ത് തേച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ അധികാരത്തിൽ വന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു കാരണവശാലും ഒരു ജനത്തിനും ഒരു വോട്ടർക്കും ഇവിടുത്തെ CPM-കാർക്ക് പോലും അത് ന്യായീകരിക്കാൻ പറ്റുന്നത്. CPM-കാർ അതിനിടെ വന്ന് കമന്റ് ഇടുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? CPM ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്ക് അറിയാം, അവരെ നശിപ്പിച്ചതിൽ വലിയ പങ്കുവച്ച ആളാണ് M.R. അജിത് കുമാർ. എന്നിട്ട് ഇപ്പോൾ അയാൾ കരഞ്ഞു വിളിക്കുകയാണ് ലിജുവിനോട്, മനുഷ്യത്വം കാണിക്കണം, മാനുഷിക സമീപനം ഉണ്ടാകണം. എന്തിന്? ഏത് കെയർ ഓഫിൽ ഉണ്ടാകണം? ഇയാൾ കാണിച്ചതൊക്കെ മാനുഷിക സമീപനമായിരുന്നു. ഇപ്പൊ അയാളുടെ DGP പദവി പോകും. എങ്ങനെയെങ്കിലും ആ DGP പദവി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ കളിച്ച്, എന്റെ വിശ്വാസം അയാളെ ലോ ആൻഡ് ഓർഡർ DGP ആക്കും തന്നെയാണ്. ഇവർ അതിനുള്ള സംവിധാനം പറഞ്ഞ പോലത്തെ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വമ്പന്മാരെ വിളിച്ച് പറഞ്ഞാൽ DGP ആക്കും, ഇയാളെ മാറ്റിയിട്ട് അടുത്താക്കും. ഈ മുതലാളിക്ക് വേണ്ടി മത്സരിച്ച ഒരു കോൺഗ്രസ്സുകാരൻ തോറ്റ കഥ അറിയാമല്ലോ. അതെ, അത് വേറൊരു മുതലാളി. ഇത് തെക്കേ അറ്റത്തുള്ള മുതലാളി, അത് വടക്കേ അറ്റത്തുള്ള മുതലാളി. ഈ മുതലാളിമാർക്ക് വേണ്ടി മത്സരിക്കാൻ പോയി നാട്ടുകാരെടുത്ത് ഉടുത്തുവിട്ടു. അതിൽ കൂടിയ കാര്യമൊന്നുമില്ല. അതുപോലെ മുതലാളിയെ എതിർത്തതിന്റെ പേരിൽ ഒരു CPI-കാരൻ ഇവര് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുത്തില്ല നാട്ടികേല്, ഇല്ലേ? അവർ അവസാന നിമിഷം വരെ അയാളെ നാട്ടികേലെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം അയാളെ അവസാനം മുതലാളി പറഞ്ഞു അയാൾ പറ്റത്തില്ല, കാരണം അയാൾ എന്നെ എതിർത്തവനാണ്, അവൻ മത്സരിക്കാൻ പോയി. ഏതായാലും ഈ എന്താണ് പിണറായിയും നമ്മുടെ ഗോവിന്ദനെയൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് പാർട്ടി
പൂർവ്വശക്തിയോടെ തിരിച്ചു തിരിച്ചു വരാം. കാരണം ഇതാണ് പോക്കെങ്കിൽ ഇവർക്കാകെ ഈ CPM രണ്ട് കാര്യം ചെയ്താൽ മതി, ഇവരെ രണ്ടിനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം ഈ MR അജിത് കുമാറിനെ പോലെയുള്ള ക്രിമിനലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ കേരളം കുട്ടിച്ചോറാക്കി മാറ്റിയ പിണറായി സർക്കാരിന് കുടപിടിച്ച, ഇന്ന് ഈ നാട്ടിൽ ഇല്ലാത്ത അരാജകത്വം മുഴുവൻ സൃഷ്ടിച്ച, ഈ നാട്ടിലെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണമായ പിണറായി വിജയനെ ഈ സിംഹാസനത്തിൽ താഴെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ വിടുപണി ചെയ്ത MR അജിത് കുമാറിനെ പോലെ ഒരാളെ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു പൊളിറ്റീഷ്യൻ, കാരണം ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ വാർത്തകളുടെ എല്ലാ അടിയിൽ വരുന്ന കമൻ്റ് എന്താണെന്നറിയോ, ഇയാളാണ് TP കേസ് അട്ടിമറി നടത്തിയതെന്ന് ആയിരിക്കും എല്ലാവരും പറയുന്നതാണ്. ഇയാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആക്കിയ സമയത്ത് കൃത്യമായി നീങ്ങിക്കൊണ്ടിരുന്ന TP കേസിന്റെ അന്വേഷണം, TP കേസിലെ കൊലപാതകത്തിലെ പ്രതികളെ പിടിച്ചു. ഗൂഢാലോചന ആരെന്നറിയാമോ? അതില്ലല്ലോ, ഗൂഢാലോചനക്കാരില്ലല്ലോ. അത് ചെല്ലത്തില്ല. അതിനു മുമ്പ് അഡ്ജസ്റ്റ്മെന്റ് നടന്നു. അതാണ് ജനങ്ങളെല്ലാം എന്ന് പറയുന്നത്. ഈ ആളാണ് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ നടന്നത്. നല്ല ഭംഗിയായിരുന്നു അല്ലേ? അതാണ്. എങ്കിൽ ഇപ്പം ഞാൻ പറയാം, ഇത് നമ്മളൊക്കെ എതിരെ ഇവരിപ്പോ കേസെടുത്തേ, ഉറപ്പായിട്ടും കേസ് തന്നെ വന്നേനെ. ഏതായാലും നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം EP ജയരാജന്റെ നിലപാടാണ്. ചിറ്റപ്പൻ നമ്മൾ ചിറ്റപ്പൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം മേഴ്സിയെ കുറിച്ച് പുള്ളി സംസാരിക്കും. മെസ്സി ആണെന്നേ ഉള്ളൂ. മുഹമ്മദ് അലി മലപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്ന ആളാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്യും. വളരെ വലിയ തടിച്ച ശരീരമൊക്കെ ആണെങ്കിൽ പോലും നല്ല നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നല്ല ഒരു മനുഷ്യൻ. കാരണം നമ്മൾ ഈ കാണുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ രൂപം കണ്ട് നമ്മൾ ചെയ്യേണ്ട, പാവം പിടിച്ചവനാണ്, വെറും സാധുവാണ്. വളരെ നിലപാട് ശക്തമായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ട് വിഴിഞ്ഞം വിഷയത്തിൽ. അതെ, ഇതിനു മുമ്പ് അദ്ദേഹം BJP പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കിംവദന്തികൾ പരന്നതാണ്, ഓർക്കുന്നില്ലേ? അപ്പൊ അദ്ദേഹം ശോഭാ സുരേന്ദ്രനുമായിട്ട് ചർച്ച നടത്തിയെന്നു, ദല്ലാൽ നന്ദകുമാറും ചർച്ച നടത്തി. മറ്റേ അവരെ കേന്ദ്ര നേതാവുണ്ടല്ലോ, പ്രഭാരി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയല്ലോ, പിന്നെ BJP അദ്ദേഹം അവിടെ സംഭാഷണം നടത്തിയിട്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ജസ്റ്റ് ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് പറഞ്ഞ് അവസാനിച്ചത്. ഇന്ന് അദ്ദേഹം വിഴിഞ്ഞത്തിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. വിഴിഞ്ഞ പദ്ധതി ഇല്ലാതാക്കരുത് എന്നുള്ള ഒരു സിദ്ധാന്തമാണ്. ഈ കരാറ് LDF കൊണ്ടുവന്ന ഈ കരാറ് തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം CPM LDF ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഈ കരാർ തുടരും. ഇതിന്റെ പേരിൽ വെറുതെ നിങ്ങൾ വിവാദം ഉണ്ടാക്കരുത്. ആരോടാ പറയാതെ? UDF-നോടാ പറഞ്ഞത്. സ്വന്തം പാർട്ടിക്കാരോട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സ്വന്തം പാർട്ടിക്കാരുടെ നിലപാടിൽ ആശയക്കുഴപ്പം ഇല്ലെന്നാ പുള്ളി പറഞ്ഞത്. ഈ കരാർ ഞങ്ങൾ കൊണ്ടുവന്നാണ്, ഞങ്ങൾ ഇത് മുന്നോട്ട്. മാത്രമല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് അങ്ങനെ പരാതി അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസി സമീപിക്കാമല്ലോ. അദ്ദേഹം അവിടെ ചോദിക്കട്ടെ, എന്തായാലും ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഊന്നി പറഞ്ഞു. ഞാൻ ആരോപണമൊന്നും ഞാനാണ് അങ്ങനെ ഉന്നയിക്കുന്ന ആളല്ല, ഞാൻ അത്തരക്കാരനല്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിണറായി വിജയൻ പാർട്ടിയിൽ എത്രമാത്രം അപ്രസക്തനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. പിണറായി വിജയനും പാർട്ടിയെ എടുത്ത ഗവൺമെന്റ് ഒക്കെ എടുത്ത നിലപാടിനെ പരസ്യം തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ EP വന്നിട്ടുള്ളത്. അതെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ EP ജയരാജന്റെ വാക്കുകൾ, അതിനുശേഷം ഞാൻ വേറെ ഏതോ ചാനലിൽ കണ്ടു ഇദ്ദേഹം പറയുന്നത്, ഈ തെറ്റ് പറ്റിയവരാരാന്നേലും തിരിച്ചെടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്തോ, ഈ നക്സലൈറ്റുകളെ വരെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇവരെ തിരിച്ചെടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? നമ്മുടെ പിന്നെ കുഞ്ഞകൃഷ്ണനെയും തിരിച്ചെടുക്കുന്നത് എന്താ കുഴപ്പം? അത് ജയരാജൻ പറഞ്ഞ തെറ്റൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ജയരാജൻ ത്രയങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അവര് ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇതിനകത്ത് നമ്മൾ EP-യുടെ കാര്യത്തിൽ EP ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ, അതായത് ഈ പറഞ്ഞത് മുഴുവൻ ശരിക്കും കൊള്ളുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്, പിണറായി വിജയൻ. ഈ EP പാർട്ടിക്ക് വേണ്ടിയാണ് സത്യത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഇദ്ദേഹം CPM-നെതിരായി പറഞ്ഞു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് പാർട്ടിക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയും. പക്ഷെ അദ്ദേഹം ഉന്നം വെച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെയാണ്. അദ്ദേഹം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ വന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയിൽ തന്നെ എനിക്കൊന്ന് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം വന്നതുപോലും ഇത് പറയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ MP ജയരാജൻ പറഞ്ഞ, ആദ്യം ഇവർക്ക് തിരിച്ചു വരണം, പാർട്ടി വിട്ടുപോയാൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദ മാഷ് ഒറ്റയടിക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലേക്ക് നിലപാടാൻ എടുത്തു. ആരുടെ ചോദിച്ചിട്ടാണ് ഈ തീരുമാനം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MP ജയരാജനെ പിടിച്ച് എല്ലാവരും കൂടെ നിരത്തി വരട്ടി പൊരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് സംസ്ഥാനപരാധം പറയേണ്ടി വന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ EP കൃത്യമായി അടുത്ത ദിവസം തന്നെ തൻ്റെ പ്രതികരണ രംഗത്തെത്തി. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ P ജയരാജനും പ്രതികരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അല്ല, വേറെ ഒരു തമാശ ഉണ്ട്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. ഇന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് VD സതീശൻ തിരിച്ച് കത്തെഴുതാൻ തയ്യാറുണ്ടോ? ആർക്കാ? അദാനിക്ക്. അദാനിക്ക് കത്തെഴുതാൻ തയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതെന്ത് ന്യായമാണെന്ന് അറിഞ്ഞൂടാ. അത് നിങ്ങൾ
പിന്നെ അദാനിക്ക് കത്തെഴുതാൻ തയ്യാറുണ്ടോ, നിങ്ങൾ ഈ കരാറിൽ നിന്ന് പിന്മാറണം, ഇത് രഹസ്യ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പുള്ളിയെ വെള്ളപൂശാൻ, അതായത് ഇന്നലെ സതീശൻ ചോദിച്ചൊരു ചോദ്യം ഇവരെ മർമ്മത്ത് കൊണ്ട് എന്താണെന്നറിയോ, IT വകുപ്പ് കൈകാര്യം ചെയ്ത് പ്രയോജനം ഉണ്ടായിട്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, ആ ചോദിച്ചത് പുള്ളിയുടെ പള്ളക്ക് കൊണ്ടു. എന്ത് കിട്ടിയിട്ടാണ് പിണറായി വിജയൻ IT വകുപ്പ് കൈകാര്യം ചെയ്തത്? ആ ചോദ്യത്തിനകത്ത് നമ്മളാ ചുമ്മാ ചോദിക്കുമല്ല, എന്ത് കിട്ടിയിട്ടാണ് പിണറായി വിജയൻ IT വകുപ്പ് കൈകാര്യം ചെയ്തത്? കൂടുതൽ പറയരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ദിലീപ് സിനിമയിൽ പറഞ്ഞത് എന്നെ കുത്തി പറയുന്ന പോലെ പിണറായി വിജയന് തോന്നി. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഉപമിക്കുന്ന ആരെയാണെന്നറിയോ? തന്നോട്. പിണറായി വിജയൻ സ്വയം തന്നോട് ഉപമിക്കുന്നത് VS അച്യുതാനന്ദനെയും EK നായനാരെയും. അവര് രണ്ടുപേരും IT വകുപ്പ് കൈകാര്യം ചെയ്തവരല്ലേ എന്നൊരു ചോദ്യം. സ്വാഭാവികം. പക്ഷേ അവർ രണ്ടുപേരും മക്കള് കേസിൽ പ്രതിയായിട്ടില്ലല്ലോ, ED കേസിൽ പ്രതിയായിട്ടില്ലല്ലോ. അവർ മര്യാദയ്ക്ക് അവരെ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ടെക്നോ പാർക്ക്, തിരുവനന്തപുരം ടെക്നോ പാർക്ക് അത് കൊണ്ടുവരാൻ പ്രധാന കാരണക്കാർ ഒരാളാണ് EK നായർ മന്ത്രിസഭയാണ്. അത് 87 മന്ത്രിസഭ. അത് ഗൗരിയമ്മയും എനിക്ക് തോന്നുന്നത് ബേബി ജോൺ, ഗൗരിയമ്മ എല്ലാം കൂടെ ചേർന്ന് ഒരു വിദേശയാത്ര നടത്തിയത്. അന്ന് സിലിക്കൻ വാലിയിലൊക്കെ പോയിരുന്നവർ. അത് കണ്ടിട്ടാണ് ആ ഗൗരിയമ്മയ്ക്കൊക്കെ ഇങ്ങനെ, അന്ന് വ്യവസായം തരുന്നത് ഗൗരിയമ്മ, അവർ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങിക്കൂടാന്നുള്ള ഒരു ചിന്ത വരികയും അതിനുവേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതൊന്ന് കോൺഗ്രസ് സർക്കാരുകളൊക്കെ ഭംഗിയായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് എന്തുകൊണ്ട് നായനാരും VS വകുപ്പ് വരുന്നതിന് കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ അവർ കുഴപ്പമില്ലാത്തവരായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്ന ഇൻഹരിയർ സിനിമയിൽ ജഗദീഷ് എന്നിട്ട് പറവൂർ പരതനെ ഇടിച്ച് കുപ്പിയെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഞാൻ മാത്രമല്ല മുത്തച്ഛ അവരും ഉണ്ടെന്ന് എന്ന് പറഞ്ഞ പോലാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ മാത്രമല്ല, അവർ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട്. കീടങ്ങളുടെ പാതയിലാണോ? അപ്പൊ വേറെ ഏതെങ്കിലും പറയട്ടെ. അപ്പൊ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്തതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. അവർ രണ്ടുപേരും ചെയ്യുമ്പോൾ ഈ IT ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നും ഇല്ല. എന്താ, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബാല്യകാലമാണ്. ശരിക്കും ബാല്യമെന്ന് പോലും പറയാൻ പറ്റത്തില്ല, ശൈശവമാണ്. ശൈശവ ദശയാണ് നായനാരിരിക്കുന്ന സമയത്ത്. ഈ VS അച്യുതാനന്ദൻ വരുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്ഡ് ആയെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇതിന്റെ പേരിൽ അവർക്ക് കച്ചവടം ഒന്നും നടത്താൻ പറ്റില്ല. ഇല്ല, അത് ഇവരാണ് കച്ചവടം നടത്തിയത്. അപ്പൊ പിണറായി വിജയൻ ഈ സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം തന്നെ ക്രൂശിക്കുന്ന കൂട്ടത്തിൽ അവരെ കൂടെ ഇങ്ങോട്ട് എടുത്ത് വെച്ചോളാനാണ്. ആ രണ്ട് പ്രഗത്ഭന്മാരും കൂടി ഉണ്ട്, ഞാൻ മാത്രമല്ല എന്നുള്ളതാണ്. പിന്നെ VD സതീശൻ ഇതിനെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ആരുടെ കാശ് കണ്ടുകൊണ്ടാണ് IT വകുപ്പ് എടുത്തതെന്ന് ചോദിച്ചത്, അത് CMRL പൈസ കണ്ടുകൊണ്ടാണ് IT എടുത്ത മകൾക്ക് ഇത് എടുക്കാൻ കൂടുതൽ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഇന്നലെ വേറെ തമാശകൾ ഉണ്ടായല്ലോ. VD സതീശൻ തന്നെ ചോദിച്ചു വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എന്താണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് കാര്യമെന്ന് ചോദിച്ചു. അതെ, ഇന്ന് അദ്ദേഹം മറുപടി രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അദ്ദേഹം പറയുന്നത് ഈ VD സതീശൻ രാജാവാണെന്നാണ്. മറുപടി ഒരു രാജാവിനെ ചുമന്നുകൊണ്ട് നടന്ന ആളാണ് ഈ പറയുന്നത്. ഇവർ ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ ഉണ്ടല്ലോ, ഇവരുടെ ഈ വിഴിഞ്ഞത്തിന്റെ CEO ആയിരുന്നു. ഈ ദിവ്യ എസ് അയ്യർ ഒരിക്കൽ ഈ ഒരു ആവശ്യവും ഇല്ലാതെ ഈ രാകേഷിനെ പുകഴ്ത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഏതാണ്ടൊക്കെ നല്ല ആളാണ്, അദ്ദേഹം അപ്പൊ ഈ രാകേഷിനെ പുകഴ്ത്തി പോസ്റ്റ് ഇട്ടത് എന്തിനാണെന്ന് ഒരു ചോദ്യം അവിടെ വരുന്നു. അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് അദ്ദേഹം പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ പോസ്റ്റ് ഇട്ടു. അങ്ങനെയുള്ള ദിവ്യ എസ് അയ്യരെ ഇവിടുന്ന് മാറ്റാതെ പിന്നെ സതീശൻ പൂട്ട് പൂജിക്കണം. സതീശൻ പറഞ്ഞില്ല, ഞാൻ അവിടുത്തെ നിയമനങ്ങളിൽ ഇടപെടാറൊന്നുമില്ല. ഓരോ നിയമനം സർക്കാർ സർവീസ് വയ്ക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ അതിന്റെ പ്രോസസ്സ് മാത്രമാണ്. അല്ല, ഈ പിന്നെ ഇന്ന് ഈ വയനാട്ടിലെ ദുരന്തങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചേച്ച് ഇന്ന് അങ്ങേരെ അവിടെ ചെന്നിട്ടുണ്ട്. ദുരന്തർ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഈ പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു, മണ്ണിടിഞ്ഞ സന്ദർശിക്കുന്നു. ഇതെല്ലാം ഈ പുള്ളി ഇന്നലെയാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ 2 ഉദ്ഘാടനം നടത്തി. ഒന്ന് തുരങ്കത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, 2 പാറ പൊട്ടിക്കലിന്റെ ഉദ്ഘാടനമൊക്കെ അതിഭീകരമാണ് കേട്ടോ. കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇതിന് ഈ പരിസ്ഥിതി അനുമതി കിട്ടിയതാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് ദേശാഭിമാനി വാർത്തയുണ്ട്. പക്ഷേ വേറൊരു വാർത്ത ഇന്ന് കണ്ടത്, നിങ്ങൾ ഈ പാറ പൊട്ടിച്ചോളൂ, പ്രകമ്പനം വരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെണ്ട കൊട്ടിക്കോളൂ, ശബ്ദം കേൾക്കാൻ പാടില്ല, ശബ്ദം വെളി വരാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര വേണേലും ചെണ്ട കൊട്ടാം, ശബ്ദം വെളി വരാൻ പാടില്ല. പക്ഷെ നിങ്ങൾ പാറ പൊട്ടിച്ചോളൂ, പ്രകമ്പനം ഉണ്ടാകരുത്. എന്നിട്ട് ഇവരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്തൊക്കെ വഴിവിട്ട പരിപാടികളാണ് നടത്തിയിരിക്കുന്നത്. ഈ വയനാട് മേപ്പാടിയിലെ തുരങ്കപാതയ്ക്ക് വേണ്ടി വളരെയധികം വഴിവിട്ട പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ റിസോർട്ട് മാഫിയയാണോ അതോ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ടുള്ള ധാരണയാണോ, എവിടെ നിന്നാണ് ഇവർക്ക് കമ്മീഷൻ ഇടപാടെന്നുള്ളത് അറിയാൻ പറ്റില്ല. പക്ഷേ എല്ലായിടത്തും ഇവരെ സംബന്ധിച്ച് കാൽപ്പണം എന്നുള്ള കക്ഷികളാണ്. എങ്ങനെ എവിടെ കൂടെ പോയാലും പൈസ അടിക്കുന്ന രീതിയായ. പക്ഷെ അവരിതിന് ജാമ്യം നിർത്തിയിരിക്കുന്ന ആരെയാണെന്നറിയോ? സുപ്രീം കോടതി ഞങ്ങൾക്ക് അനുവാദം തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. പക്ഷെ സുപ്രീം കോടതി ചുമ്മാതല്ല അനുവാദം കൊടുത്തിരിക്കുന്നത്.
സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന 60 കർശന ഉപാധികളോട്. ഈ ഉപാധികൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എത്ര ഉപാധി പാലിച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ച് അല്ല, നോക്കിയാൽ സുപ്രീം കോടതി അനുമതി കൊടുത്തിരിക്കുന്ന ഈ 60 കർശന ഉപാധി പാലിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുമതി സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. പാലിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ കൊടുക്കുമോ? അങ്ങനെ ഇവർക്ക് അതൊന്നും ബാധമില്ല. എന്ത് കോടതി അവർക്ക്? അതൊക്കെ പുരുഷ കോടതിയാണെന്ന് പറയും. ഞങ്ങൾക്ക് കാശ് എന്തായാലും അമ്മായപ്പനും മരുമോനും കൂടെ ചേർന്ന് തുറക്കാൻ തീരുമാനിച്ചു. തുരന്നൊരു വഴിക്കാക്കി. എന്നിട്ടിപ്പോൾ ഇത് എന്താണെങ്കിലും സതീശൻ ഒരു നല്ല കാര്യം ചെയ്തു. തുരങ്കം അവിടെ നിർത്തി. ഇനി വേണോ വേണ്ടെന്ന് പഠിച്ചിട്ടേ ചെയ്തുള്ളൂ, അടിച്ചിട്ടേ ചെയ്തുള്ളൂ. അത് ഈ നാട്ടിൽ അതുപോലെ വയനാട്ടുകാരുടെ ഒരുപാട് കത്തുകൾ നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് കമന്റുകളും വരുന്നുണ്ട്. ഈ ആബിദ് അടിവാരത്തെ പോലുള്ളവരൊക്കെ അവർ പറയുന്നുണ്ട് എന്താ പിന്നെ ഈ ഇപ്പോഴത്തെ ആനക്കാമ്പോയിൽ മേപ്പാടി റോഡ് അവിടുന്ന് പിന്നാണ്ട് 10-60 കിലോമീറ്റർ സഞ്ചരിക്കണം. അവർ സുൽത്താൻ നാട്ടുകാർ വിളിച്ച ഫോൺ ചെയ്ത് പലരും പറയുന്നത് ഒരു 5-6 കിലോമീറ്റർ റോഡ് വെട്ടിയാൽ കുറച്ചുകൂടെ എളുപ്പത്തിന് പോവാം. ഇതിന്റെ ആവശ്യമില്ല എന്നാണ്, അതിന് സ്ഥലം ഉണ്ടെന്നാണ് അവിടെ. അപ്പൊ ഇത് വെറുതെ ഉണ്ടാക്കിയതാണ്. ഇത് തുരപ്പന്മാരായതുകൊണ്ട് എവിടെ തുറന്ന പൈസ ഉണ്ടാക്കാന്നുള്ള ഈ ഭൂമി കുഴിച്ചിട്ട് എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇടതും വലതും വലിയ വ്യത്യാസമൊന്നുമില്ല. കയറിയപ്പോഴേ അത്യാവശ്യമൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. നല്ല ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്നതിൽ റിസർച്ച് ചെയ്ത് വന്ന ഈ CPM-നെ കണ്ടു പഠിച്ച് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പോക്ക്. എന്താണെങ്കിലും ശരി, വയനാട്ടിലെ ഈ തുരങ്കപാത എന്നത് ഇപ്പോഴാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. സകലമാന അഴിമതികളും സകലമാന മര്യാദകളും ലംഘിച്ച് ഈ പരിസ്ഥിതിക്ക് ഏതൊക്കെ രീതിയിൽ ദോഷം ചെയ്യാമോ ആ രീതിയിലെല്ലാം ദോഷം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏതായാലും ഇതൊരു ഒത്തിരി വലിയ അപകടം ഉണ്ടാകും. അതൊരു ചെറിയ അപകടം എങ്കിൽ പോലും 8 പേരോ 10 പേരോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള ഇവരുടെ സഹായികളൊന്നും ഇപ്പം മിണ്ടുന്നതുമില്ല. അവർക്കൊന്നും എന്താണെങ്കിലും അത്ര ഒരു അപകടത്തിലേക്ക് ഇത് ഒതുങ്ങി, വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതെ അത് ഒതുങ്ങി എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൂസ് ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.